ഹായ്, ഐ ആം അതുല്യ. എല്ലാവരുടെയും വിഷുവൊക്കെ അടിപൊളിയായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെയും വലിയ തിരക്കേടൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോയിട്ടോ. വിഷു കഴിഞ്ഞ് 1.5 ആഴ്ച കഴിഞ്ഞാണോ ഇവിടെ വിഷു വ്ലോഗും കൊണ്ട് വന്നേക്കുന്നേ എന്ന് വിചാരിക്കരുത്. എഡിറ്റ് ചെയ്യാൻ പോലും പറ്റിയിരുന്നില്ല. ഒട്ടും വയ്യായിരുന്നു, പിന്നെ കുറച്ച് മടിയും. ഞങ്ങളുടേത് ഒരുപാട് ആഡംബരമൊന്നും ഇല്ലാത്ത ചെറിയൊരു വിഷു ആയിരുന്നു കേട്ടോ. കുറച്ച് പടക്കൊക്കെ പൊട്ടിച്ച് വിഷുക്കണിയൊക്കെ കണ്ട് അങ്ങ് ആഘോഷിച്ചു. വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ വിഷു ആണെങ്കിൽ വിഷു കൈനീട്ടം മസ്റ്റ് ആണല്ലോ അല്ലേ. അങ്ങനെ ജിഷേട്ടൻ്റെ അമ്മയുടേന്നും എൻ്റെ അച്ഛൻ്റെന്നും എൻ്റെ അമ്മയുടേന്നും ഒക്കെ വിഷു കൈനീട്ടം ഞങ്ങൾ മേടിച്ചു. അവർക്കും ഞങ്ങൾ വിഷു കൈനീട്ടം കൊടുത്ത് ഞങ്ങളുടെ വിഷു ഓൾമോസ്റ്റ് ഹാഫ് കഴിഞ്ഞു. വിഷു വിത്തൗട്ട് സദ്യ. സദ്യ ഉണ്ടായിരുന്നില്ല. വലിയ സദ്യ ഒന്നും ഒരുക്കാൻ ആർക്കും വലിയ ആരോഗ്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. പിന്നെ മിനിമലായിരുന്നു. സെയിം ഡേ തന്നെ ഞങ്ങൾക്കൊരു ബെട്രോതൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ദൂരമൊന്നുമല്ല, ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ഫേവറേറ്റ് സീനിയറിൻ്റെയും കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്ര വയ്യെങ്കിലും പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിസ്റ്റർ ഹസ്ബൻഡ് സപ്പോർട്ടായതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് പോയി വന്നു. എന്നാലും കുറവൊന്നും വരുത്തിയില്ല. സാരിയൊക്കെ കൊടുത്താ പോയേ. തിരിച്ചു വരുമ്പോൾ ജിഷേട്ടിൻ്റെ വീട്ടിലോട്ടാട്ടോ പോകുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ കൂടിയാ പോയേ. വരുന്ന വഴി ജിഷിക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടി കയറിയിട്ടോ. വിഷു ഒക്കെ കഴിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു കളക്ഷനൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ബ്ലാക്ക് ഓൾ ടൈം ഫേവറേറ്റ് ആയതുകൊണ്ട് ഒരു ബ്ലാക്ക് ഷർട്ട് എടുത്തിങ്ങ് പോന്നു. ഒരു ഡ്രസ്സൊക്കെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ, പക്ഷേ ഒരു മൂടുണ്ടായിരുന്നില്ല. ഈ ഡ്രസ്സ് എടുത്താൽ പിന്നെ അത് ഇട്ടുകൊണ്ടൊരു ഷോ, അത് മസ്റ്റാണ്. അതാണ് കേട്ടോ ഈ കാണുന്നത്. നൈറ്റ് ആയപ്പോഴോ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഷുഗർ ക്രേവിങ്സ്. എന്താണെന്നറിയില്ല, വിഷുവൊക്കെ അല്ലേ, പായസമൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ടായേക്കാം ഞങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാനുള്ള പ്ലാനിൽ പുറത്തിറങ്ങി. പിന്നീട് ഞങ്ങളുടെ ഷുഗർ ക്രേവിങ്സ് ചെന്നെത്തിയത് കുനാഫയിലായിരുന്നു. 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ നല്ല ആളുകളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സമയം അവിടെ സ്പെൻഡ് ചെയ്ത് 2 ലെമൺ ടീ ഒക്കെ കുടിച്ച് അമ്മയ്ക്കുള്ള ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോയിട്ടോ.